നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സന്ദർശക വിസയിലെത്തിയവർക്ക് ജോലി മാറ്റം അസാധ്യമായത് ബഹ്റൈനിലെത്തുന്ന തൊഴിലന്വേഷകർക്ക് വലിയ തിരിച്ചടിയാകുന്നു. രാജ്യത്തെ സ്വകാര്യ കമ്പനികളിൽ പലതിലും ഒഴിവുകളുണ്ടെങ്കിലും പുതിയ നിയമമനുസരിച്ച് സന്ദർശക വിസയിലെത്തിയവർക്ക് റെസിഡൻസ് പെർമിറ്റിലേക്ക് മാറാൻ സാധിക്കില്ല. അതിനാൽ കമ്പനികൾ തൊഴിൽ റിക്രൂട്ട്മെന്റുകൾ നാട്ടിലുള്ള ഏജൻസികളെ ഏൽപ്പിക്കുകയാണ് പതിവ്. നിലവിലെ നിയമമനുസരിച്ച് ഏതെങ്കിലും കമ്പനികളിൽ ഉദ്യോഗാർത്ഥിയുടെ ഒഴിവ് വരികയാണെങ്കിൽ ആ ഒഴിവിൽ സ്വദേശികളെ പരിഗണിക്കുകയും യോഗ്യരായവരെ ലഭിച്ചില്ലെങ്കിൽ മാത്രമേ മറ്റു രാജ്യക്കാരെ എടുക്കാവൂ എന്നതുമാണ് പുതിയ വ്യവസ്ഥ. ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് ഇക്കാര്യം കാണിച്ച് ബഹ്റൈനിലെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ പരസ്യം ചെയ്യുകയും വേണമെന്നതും നിർബന്ധമാണ്. പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് മെഡിക്കൽ ടെസ്റ്റും നിർബന്ധം. കേരളത്തിലടക്കമുള്ള വിവിധ ജില്ലകളിലെ ആശുപത്രികളെയും ഇക്കാര്യത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവിദഗ്ധ തൊഴിൽ മേഖലയിൽ നിരവധി അവസരങ്ങളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബഹ്റൈനിൽ ഭക്ഷണ വിതരണ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് നിരവധി തൊഴിൽ അവസരങ്ങളാണ് ഉള്ളത്. പൊറോട്ട മേക്കർമാർ, എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നവർ തുടങ്ങിയ മേഖലകളിലാണ് വലിയ ആവശ്യക്കാർ ഉള്ളത്. ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ളൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് ഇൻഡിഗോ മാനേജ്മെന്റ് അറിയിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് കത്തയച്ച ഷാഫി പറമ്പിൽ എംപിക്ക് നൽകിയ മറുപടിയിലാണ് ഇൻഡിഗോ ഇക്കാര്യം വ്യക്തമാക്കിയത്. ശീതകാല ഷെഡ്യൂളിലാണ് പരിഗണന. ബഹ്റൈനും കൊച്ചിക്കുമിടയിൽ കേരളീയർ അടങ്ങുന്ന ബഹ്റൈനിലെ പ്രവാസി സമൂഹം വിമാന സർവീസുകളുടെ കുറവ് മൂലം കഷ്ടത അനുഭവിക്കുകയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശീതകാല ഷെഡ്യൂളിൽ ഗൾഫ് എയർ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസുകൾ ദിവസത്തിൽ നിന്ന് ആഴ്ചയിൽ 4 തവണയായി കുറച്ചതും എയർ ഇന്ത്യ എക്സ്പ്രസും ഈ റൂട്ടിൽ പ്രവർത്തനം കുറച്ചതും ചൂണ്ടിക്കാട്ടിയിരുന്നു. അധിക ഫ്ലൈറ്റുകൾ അനുവദിക്കുന്നതും പ്രത്യേകിച്ച് വൈകുന്നേരം സർവീസ് തുടങ്ങുന്നതും യാത്രക്കാർക്കേറെ പ്രയോജനം ചെയ്യുമെന്നും കൊച്ചി വഴിയുള്ള മറ്റു ലക്ഷ്യസ്ഥാനങ്ങളുമായുള്ള ബന്ധം ഉറപ്പാക്കുമെന്നും ഫസൽ ഉൽ ഹഖും നിസാർ കുന്നംകുളത്തിങ്കലും പറഞ്ഞു. നിർദ്ദേശങ്ങളെ വിലമതിക്കുന്നതായും ശീതകാല ഷെഡ്യൂളിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ഇൻഡിഗോ മാനേജ്മെന്റും അറിയിച്ചു. ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ബഹ്റൈൻ താഴ്ന്ന വരുമാനക്കാർക്കായി സംഘടിപ്പിച്ച സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. 2 മാസം നീണ്ടുനിന്ന ക്ലാസുകൾ ബഹ്റൈനിൽ താമസിക്കുന്ന ഏത് രാജ്യങ്ങളിലെയും താഴ്ന്ന വരുമാനക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. ചെലവേറിയ പരിശീലന സ്ഥാപനങ്ങളുടെ ഫീസ് താങ്ങാൻ പറ്റാത്തവർക്കായാണ് ILAയുടെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോജക്ടുകളുടെ ഭാഗമായി ക്ലാസുകൾ സംഘടിപ്പിച്ചത്. ഇംഗ്ലീഷിൽ അടിസ്ഥാന ആശയവിനിമയ വൈദഗ്ധ്യം നേടുന്നതിന് സഹായിക്കുക, ജോലിയിലും സാമൂഹ്യ ഇടപെടലുകളിലും കൂടുതൽ ഫലപ്രദമായി ഇടപെടാൻ പ്രാപ്തരാക്കുക എന്നിവയാണ് ലക്ഷ്യം. ബിരുദദാന ചടങ്ങിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി രവി സിംഗ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ മാക്സ്വെൽ ലീഡർഷിപ്പ് സർട്ടിഫൈഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ടോസിൻ അരോവ ജോലു, ബഹ്റൈൻ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ഫാക്കൽറ്റി ഡോക്ടർ ഷെമിലി പി ജോൺ എന്നിവരും പങ്കെടുത്തു. സ്വസ്തി, ഡോക്ടർ റൂബി, നിഷ, സിസിലിയ എന്നിവരുൾപ്പെടെയുള്ള വിദഗ്ധരായ അധ്യാപകരാണ് പരിശീലനം നൽകിയത്. ബിരുദദാന ചടങ്ങിൽ പഠിതാക്കൾ തന്നെ ഇംഗ്ലീഷിൽ പരിപാടികൾ നിയന്ത്രിക്കുകയും ചെയ്തു. ഭാഷാ വൈദഗ്ധ്യവും നേതൃശേഷിയും വളർത്തിയെടുക്കാൻ പഠിതാക്കൾക്ക് കഴിഞ്ഞതായും ILA ഭാരവാഹികൾ അറിയിച്ചു. IYCC ബഹ്റൈൻ മുൻ ടുബ്ലി സൽമാബാദ് ഏരിയ പ്രസിഡന്റും ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരുന്ന തൃശൂർ പുള്ള് സ്വദേശി ലാൽസൺ പുള്ളിന്റെ 5ാം ചരമവാർഷികം IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സംഗമത്തിൽ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി സ്വാഗതവും ആക്ടിംഗ് ട്രഷറർ മുഹമ്മദ് ജസീൽ നന്ദിയും രേഖപ്പെടുത്തി. IYCC ബഹ്റൈൻ ദേശീയ കോർ കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഏരിയ ഭാരവാഹികൾ അടക്കമുള്ളവർ ലാൽസനെ അനുസ്മരിച്ച് സംസാരിച്ചു. അനുസ്മരണാർത്ഥം IYCC ബഹ്റൈൻ ടുബ്ലി സൽമാബാദ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അൽഹിലാൽ ഹോസ്പിറ്റൽ സൽമാബാദ് ബ്രാഞ്ചുമായി ചേർന്ന് നടത്തിയ ഒരാഴ്ച നീണ്ടുനിന്ന മെഡിക്കൽ ക്യാമ്പ് സമാപനവും ചടങ്ങിൽ നടന്നു. മെഡിക്കൽ ക്യാമ്പിൽ വൻ പങ്കാളിത്തമുണ്ടായിരുന്നതായി ഏരിയ പ്രസിഡന്റ് നവീൻ ചന്ദ്രൻ, സെക്രട്ടറി ഷാഫി വയനാട്, ട്രഷറർ ഫൈസൽ പട്ടാമ്പി എന്നിവർ അറിയിച്ചു. ബഹ്റൈനിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഹാർട്ട് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 60ഓളം ആളുകളെ ഉൾപ്പെടുത്തി ബസ് ട്രിപ്പ് സംഘടിപ്പിച്ചു. യാത്രയിൽ ബഹ്റൈനിലെ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. ഹാർട്ട് ഗ്രൂപ്പ് 7ാം വാർഷികമായ ഹാർട്ട് ഫെസ്റ്റ് ഡിസംബർ 27-ന് ബാങ്സങ് തായ് റെസ്റ്റോറന്റിൽ നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ ഹാർട്ട് ഫെസ്റ്റ് ബ്രോഷർ പ്രകാശനവും നടന്നു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം IYCC ബഹ്റൈൻ സ്വാഗതം ചെയ്തു. മതേതര ജനാധിപത്യ ആശയങ്ങളിൽ ആകൃഷ്ടരായി യുവതലമുറയടക്കമുള്ള പൌരന്മാർ കോൺഗ്രസിലേക്ക് കടന്നുവരുന്നത് ആശാവഹമാണെന്ന് IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി, ആക്ടിംഗ് ട്രഷറർ മുഹമ്മദ് ജസീൽ എന്നിവർ അഭിപ്രായപ്പെട്ടു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള.
your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. PMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. കേസിൽ ഇന്നും മോചന ഉത്തരവ് ഉണ്ടായില്ല. കേസ് വീണ്ടും പരിഗണിക്കാൻ മാറ്റിവെച്ചു. 2 ആഴ്ച കഴിഞ്ഞായിരിക്കും കേസ് വീണ്ടും പരിഗണിക്കുക എന്നാണ് സൂചനകൾ. പബ്ലിക് പ്രോസിക്യൂഷൻ അടക്കമുള്ള വകുപ്പുകളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനാൽ ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഏവരും. കഴിഞ്ഞ മാസം 21-ന് നടന്ന സിറ്റിംഗിലാണ് കേസ് ഇന്ന് പരിഗണിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. സൌദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദ് ചെയ്തിരുന്നു. ബ്ലഡ് മണിയുടെ ചെക്കും രേഖകളും കോടതിയിൽ എത്തിച്ചതോടെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. തുടർന്നാണ് വധശിക്ഷ റദ്ദ് ചെയ്ത് വിധിയെത്തിയത്. ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ ഇന്ത്യൻ വനിതകളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഇംഗ്ലീഷ് പുസ്തകവുമായി ഡൽഹി സുപ്രീം കോടതിയിലെ അഭിഭാഷകയും അറിയപ്പെടുന്ന അഭിനേത്രിയും സാമൂഹിക പ്രവർത്തകയുമായ ഇടുക്കി സ്വദേശി അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇന്ത്യൻ വനിതകളിൽ നല്ലൊരു ശതമാനവും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അജ്ഞരാണെന്നും അതേക്കുറിച്ച് ബോധവൽക്കരിക്കുകയാണ് ഡിവൈൻ ഗ്രിഡ് ദ പവർ ഓഫ് വിമൻസ് വിൽ എന്ന തന്റെ പുസ്തകത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ദീപ പറഞ്ഞു. സ്വയം കണ്ടെത്തുക എന്ന തലത്തിലേക്ക് ഒരു സ്ത്രീയെ എത്തിക്കുക എന്നതാണ് പുസ്തകത്തിന്റെ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. സ്ത്രീകളുടെ മൌലിക അവകാശങ്ങൾ കൂടാതെ വിവാഹം, വിവാഹമോചനം, സ്ത്രീധനം, പീഡനം, സ്ത്രീകളുടെ വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാന കോടതി വിധികൾ എന്നിവയും പുസ്തകം ചർച്ച ചെയ്യുന്നു. നിയമസംരക്ഷണത്തിന് പ്രതീക്ഷ നൽകുന്ന പുസ്തകമാണ് ദീപ ജോസഫിന്റേതെന്ന് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ, ഡോക്ടർ CV ആനന്ദബോസ്, TP ശ്രീനിവാസൻ എന്നിവർ അഭിപ്രായപ്പെട്ടിരുന്നു. മീഡിയ ഹൌസാണ് ഡിവൈൻ ഗ്രിഡ് ദ പവർ ഓഫ് വിമൻസ് വിൽ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അയ്യപ്പ ഭക്തർക്ക് യാത്രാ തടസ്സമുണ്ടാകാത്ത രീതിയിൽ സർവീസുകൾ ക്രമീകരിച്ച് KSRTC. ആദ്യഘട്ടത്തിൽ 383 ബസും രണ്ടാം ഘട്ടത്തിൽ 550 ബസുകളും സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് ഓരോ മിനിറ്റിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. തിരക്കനുസരിച്ച് കൂടുതൽ ബസുകൾ ഓടിക്കും. 192 ബസുകളാണ് ചെയിൻ സർവീസിനായി നിലവിൽ പമ്പയിൽ എത്തിച്ചിട്ടുള്ളത്. ലോ ഫ്ലോർ AC, ലോ ഫ്ലോർ നോൺ AC ബസുകൾ ഉൾപ്പെടെയാണ് ഇവ. ശനിയാഴ്ച 1000-ലധികം ട്രിപ്പുകൾ നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സർവീസുകൾ നടത്തി. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.